Hallelujah. Happy Mother's Day to all our mothers. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് നമുക്ക് നൽകിയല്ലോ ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ. God has given us this blessed day to come into the presence of the Lord. നമ്മൾ രാവിലെ ഇവിടെ വന്നത് മുതൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe the Holy Spirit has been blessing us and being with us this morning as we are in the presence of the Lord. ഗൗരവത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ പാട്ടുകളിൽ കൂടെ, നമ്മുടെ ശുശ്രൂഷകളിൽ കൂടെയല്ല. Those who are in the presence of the Lord with the sincerity and the reverence, I truly believe the Holy Spirit has been speaking to each one of you. ഇന്ന് രാവിലെ വീണ്ടും ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. Even this morning, let us be in the presence of the Word of God with much prayer. ഇത് മദേഴ്സ് ഡേക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ ഇന്ന് രാവിലെ പറയാൻ പോകുന്നത്. I'm going to share with you a message that is relevant to Mother's Day. എന്നാൽ ഇത് ഫാദേഴ്സും യങ് ചിൽഡ്രനും എല്ലാവരും കേൾക്കണം. But I request that even the fathers and the young children and all of you pay attention to this message. രാവിലെ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ നമ്മുടെ ശ്രദ്ധയെ അകറ്റിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. And there will be plenty of things among the service that will take our attention away from the Word of God. അനിവാര്യമായത് മാത്രം ചെയ്യുക, അല്ലാത്തതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണമെന്ന് ഞാൻ വീണ്ടും. Only be involved in those things that are necessary, but abstain from all the other things. ആലയത്തിൽ ആരാധനയ്ക്ക് വന്നിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കാനേ പറ്റാതെ മടങ്ങേണ്ടി വന്ന എന്തൊരു ദൗർഭാഗ്യമാണ് അല്ലേ? It is such an unfortunate situation that you come to the presence of God yet be not able to receive anything from the Word of God. അങ്ങനെ ആർക്കും ഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I truly hope and pray that no one will be like that. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിന് മുമ്പിലായിരിക്കും. All of us will be in the presence of God with much attention this morning. തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം, the book of Titus chapter 2, 3, 4, 5 വാക്യങ്ങൾ ആണ് ഇന്ന് രാവിലെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. and the text is from verse 3 through 5 this morning. തീത്തോസ് 2-ന്റെ 3, 4, 5 വാക്യങ്ങൾ. Titus chapter 2 verse 3 through 5. ശ്രദ്ധയോടെ കേൾക്കണമേ. മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. We're going to read in Malayalam and English. Please pay attention. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. Likewise, teach older women to be reverent in the way they live, not to be slanderers or addicted to much wine, but to teach what is good. Then they can train the younger women to love their husbands and children, to be self-controlled and pure, to be busy at home, to be kind, and to be subject to their husbands, so that no one will malign the word of God. എല്ലാവർക്കും വളരെ ഇഷ്ടമൊന്നും ഇല്ലാത്ത വാക്യങ്ങളാണെന്ന് എനിക്കറിയാം. These are scriptures that are really not that you really love. പ്രത്യേകിച്ച് സഹോദരിമാരിൽ പലർക്കും. I know most of the sisters are probably not thrilled by these scriptures. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാ സഹോദരിമാർക്കും ഇഷ്ടമാണ്. But I know that all the sisters in this church, they love this verse. ശ്രദ്ധയോടെ കേൾക്കണേ. I want you to pay attention. ഞാൻ ബയസ്ഡ് അല്ല. I am not biased. സഹോദരിമാർക്ക് നേരെയോ സഹോദരന്മാർക്ക് നേരെയോ. Not against brothers or sisters. എല്ലാവരും ദൈവസഭയിൽ അനിവാര്യമാണ്. And all of you are significant in the presence of God. എല്ലാവരെയും കർത്താവ് കരുതുന്നുണ്ട്. And God really cares about all of you. ഇന്ന് പ്രത്യേകാൽ നമ്മൾ സഹോദരിമാരെ ശ്രദ്ധിക്കാൻ പോകും. And today we pay particular attention to the sisters or mothers. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി വെളിയിൽ ഇങ്ങനെ വീടിന്റെ വെളിയിൽ ഇരിക്കുകയായിരുന്നു. Once a young lad or child was outside the house. ഇങ്ങനെ കൈയൊക്കെ താടിക്ക് കൊടുത്ത് വളരെ വിഷണ്ണനായിരിക്കുന്നത് പോലെ ഇരിക്കുക. And this child was in deep thought as if that he was in distress. വളരെ ദുഃഖിക്കുന്നവനായിട്ട് കാണപ്പെട്ടു. And the child was found to be sorrow. അപ്പോഴാണ് അവന്റെ പിതാവ് ഇങ്ങനെ കയറി വരുന്നത്. So the father came to the house. അപ്പോൾ ഡാഡി ചോദിച്ചു, മോനെ എന്നെ പറ്റി, നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ? So the dad asked the young boy, why are you sitting like this? ഡാഡി, ഇത് നമ്മൾ തമ്മിൽ മാത്രം ഞാൻ പറയുന്ന കാര്യമാണ്. Dad, I'm going to share something between you and I.
I am having trouble getting along with your wife. നിങ്ങളുടെ ഭാര്യയുമായിട്ട് ഗെറ്റ് അലോങ് ചെയ്യുന്നതിൽ എനിക്ക് അല്പം പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. You know, സഹോദരിമാരുടെ ശുശ്രൂഷ അവരുടെ ജീവിതം എത്ര പ്രാധാന്യമുള്ളതാണ്. And you know, it is how significant the ministry, the talents God has given to sisters. One of the toughest assignments, ഏറ്റവും കഠിനതരമായിട്ടുള്ള ഒരു ജോലിയാ സഹോദരിമാർ അഥവാ മദേഴ്സ് ചെയ്യുന്ന, അമ്മമാര് ചെയ്യുന്ന. Mothers have a very tough assignment or one of the toughest responsibilities. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. I have said this before, so I'm not going to go into that. ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ വർക്ക് ചെയ്യണം. Sometimes they have to act like a psychologist. ചിലപ്പോൾ ഒരു ആർമി ഇൻസ്ട്രക്ടറെ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടണം. Sometimes they have to behave like a drill sergeant. ചിലപ്പോൾ ഒരു നേഴ്സിനെ പോലെ വളരെ ജെന്റിലായിട്ട് സൗമ്യതയോടെ എല്ലാം ചെയ്യണം. Sometimes they need to behave like a nurse, very gentle and taking care of them. ചിലപ്പോൾ ഒരു ടീച്ചറെ പോലെ, sometimes behave like a teacher, and many other jobs, മറ്റു പല ജോലികളും തനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. so they have to act in different responsibilities. അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു endless source of energy ഈ അമ്മമാർക്ക് വേണമല്ലോ. Sometimes we think that they should have an endless source of energy to deal with all these issues. ഇതെല്ലാം എവിടെ നിന്നാ വരുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു പോകും. And often we wonder, where does this come from? വീട്ടിൽ ആർക്ക് വേണേലും രോഗം വരാം. And anybody in the house can get sick. എന്നാൽ അമ്മമാർക്ക് വരാൻ പാടില്ല. But the mothers should never get sick. ഇനി അമ്മമാരിൽ ആരെങ്കിലും അസുഖമായാൽ തന്നെ Even if mothers get sick, ആ സ്കൂൾ ഡേ തീരുന്നതിന് മുമ്പേ ശരിയായിക്കോണം. but by the end of the day they should get better. അപ്പോൾ ആരോ പറഞ്ഞു, if evolution is right, how come mothers have only 2 hands? ആരോ പറഞ്ഞു എവല്യൂഷൻ എന്ന് പറയുന്നത് ശരിയാണ്, കാരണം അമ്മമാർക്ക് 2 കൈ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, If that is പരിണാമം ശരിയാണെങ്കിൽ അമ്മമാർക്ക് 2 കൈ മാത്രം ഉള്ളതിന്റെ കാരണം എന്നാണ്? and that so somebody said, why mothers only have 2 hands if evolution is correct? കാരണം അവർ പല കാര്യങ്ങളും ചെയ്യുന്ന 1000 കൈകൾ ഉള്ളതുപോലെയാണ്. Because they do things as if they have 1000 hands. പക്ഷേ അവർക്കും 2 കരങ്ങളേ ഉള്ളൂ. But even them, they only have 2 hands. 600 ചെറുപ്പക്കാരുടെ ഒരു സർവേ നടത്തി. So there was a survey conducted among 600 young people. സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിലാണ് നടത്തിയത്. And those included celebrities as well. അവരോടൊക്കെ ചോദിച്ചു, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മനോഹരമായ പദം ഏതാ? And they were asked, what is the most beautiful word in the English language? 422 പേര് മറുപടി എഴുതി. 422 of them responded. എന്താണെന്നറിയോ? Do you know what they responded? ഫാദർ എന്നല്ല, They didn't say father. മദർ. They said mother. അപ്പൊ മൃഗീയ ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് എല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് എന്ന് പറയുന്ന മദർ. The majority of them said the most beautiful word in the English language is mother. അതിന്റെ അർത്ഥം അമ്മമാര് പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല. And that does not mean the mothers are perfect. കാരണം അമ്മമാരുടെ ജോലി ഒരു ഈസി ജോലിയല്ല. Because the mother's responsibility is not an easy job. മദർഹുഡ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാ, ഒരു ദൗത്യമാണ്. Motherhood itself is a devotion, it is a ministry. Ministry of teaching, ministry of preparing children and being examples of the love of Jesus. കുഞ്ഞുങ്ങളെ വളർത്തുക, യേശുവിന്റെ സ്നേഹം അവരിലേക്ക് പകരുക, ഇതൊക്കെ ഒരു മദറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ നമുക്ക് ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. So let us turn to the book, the text that we read, the instructions Titus is given. എല്ലാം നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്യാനുള്ള സമയമില്ല. And we don't have time to go through and dissect every word. എന്നാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകും. But we are going to look at 3 important things from that passage we read. Godly mothers, mothers as godly role models എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. And today's topic is mothers as godly role models. അപ്പോൾ അങ്ങനെ godly role models ആയിരിക്കുന്ന അമ്മമാര് എങ്ങനെയായിരിക്കും? So how should a godly role model mother should behave? ഒന്നാമത്തെ കാര്യം, they give priority for the family. കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവരാണ്. Those mothers give priority to the family. അത് നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. And we read that in verse 4, chapter 2 verse 4. ഭർത്തൃപ്രിയമാർ, പുത്രപ്രിയമാർ, സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാരും നോക്കുന്നവരെല്ലാം കൂടെ സമ്മറൈസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും, പ്രായോറിറ്റി, പ്രാഥമികത കുടുംബത്തിന് നൽകുന്നവർ. The verse say that they train
the younger loving their husbands and self-controlled and be busy at home, that shows that they should give emphasis to the family. ദൈവഹിതപ്രകാരമുള്ള ഒരു അമ്മയായി തീരണമെങ്കിൽ വിവാഹ ബന്ധത്തിന് വിവാഹ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കണം. And to be a godly mother or godly woman, they should give importance to married life. കുടുംബത്തിന് പ്രാധാന്യം നൽകാത്തവർ ദൈവത്തിന്റെ വചനത്തിനോ ദൈവത്തിന്റെ വിളിക്കോ പ്രാധാന്യം നൽകുന്നു എന്ന് അവകാശപ്പെടാൻ പറ്റത്തില്ല. And nobody can claim they believe the word of God and follow the word of God if they don't love and take care of their family. ഇങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതം ഏറ്റവും ഫുൾഫിൽഡ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നത്. When they give priority to family, then they are living a fulfilled life according to the word of God. ഇവിടെ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വളർന്നു വരുന്ന മക്കള് വിവാഹ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നതും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിക്കുന്നതും എവിടെ നിന്നാ? അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ അമ്മമാരെ നോക്കിയാ. Here we see that children, as they're growing up, they want to have a married life and a happy married life. They learn those responsibilities by watching and observing their mothers. അപ്പൊ അമ്മമാര് മറ്റുള്ള കരിയറിനും മറ്റു പെർസ്യൂട്ട്സിനും എല്ലാം വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് കുടുംബത്തിന് പ്രാധാന്യം നൽകാതെ, മക്കൾക്ക് ഭർത്താവിന് ഒക്കെ പ്രാധാന്യം നൽകാതെ ഓടി നടക്കണമെന്നല്ല, അധ്വാനിക്കേണ്ടെന്നല്ല, ജോലി ചെയ്യണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ കുടുംബത്തിന് പ്രാധാന്യം നൽകാത്ത അമ്മമാര്. But I'm talking about mothers. I'm not saying that doing work and earning a living is not important for mothers. But if that is their soul's focus and they ignore the families and don't have anything to do with them, that is not the responsibility that I'm talking about. അതൊരു നല്ല മാതൃകയാണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. And we cannot say that is a great example. ദൈവവചനം നൽകുന്ന എക്സാമ്പിൾ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ പഠിപ്പിക്കൽ അങ്ങനെയല്ല. But I am telling you the teaching of the word of God is not that way. അറിഞ്ഞും അറിയാതെയും ഇന്ന് പലയിടത്തും സംഭവിക്കുന്ന വ്യത്യസ്തമായിട്ടാണ്. And knowingly or unknowingly these things happen. Women are so much focused on their career. Today's women flex their muscles into almost everything. അല്ലേ, എല്ലാറ്റിലേക്കും അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. And women today, that we live in a world that they flex their muscles and show their presence in every arena. നേരത്തെ അവർ മാറി നിന്ന് എല്ലാറ്റിലും ഇന്ന് അവരെ കാണുന്നുണ്ട്. In the past they have set themselves apart from those things, but today they're involved in all those arenas. ഒരുപാട് untapped resources ആയിട്ട് സഹോദരിമാർ, അമ്മമാര് അന്നും ഇന്നും ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. I truly agree that even in those days or even today there's a lot of untapped resources and energy that they possess. ഒരുപാട് ടാലന്റുകളും ഗിഫ്റ്റിംഗ്സും കർത്താവ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. God has given them a lot of talents and gifts that they should be used. അതെല്ലാം നന്നായിട്ട് വ്യാപാരം ചെയ്യണം, സഭയിലും ചുറ്റുപാടുകളിലും സമൂഹത്തിലും. And they should use those talents and gifts in the church and in families and around the community. എന്നാൽ ഏറ്റവും പ്രഥമമായ കർത്തവ്യം അതൊന്നുമല്ല. But that is not the most important part of their role. പ്രഥമമായ കർത്തവ്യം കുടുംബത്തിലാണ്. The most significant part of their role should be in the family. കുടുംബത്തിലെ കർത്തവ്യം മറന്നിട്ട് നാട് നന്നാക്കാൻ നടക്കരുത്. And don't forget your family and take care of your family. Don't go around fixing others. കുടുംബം മറന്നിട്ട് സഭയിൽ പോലും നന്നാക്കാൻ നടക്കരുത്. And don't come to the church trying to fix the church and ignoring the responsibility of the family. സഭയിൽ വളരെ നിസ്വാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്ന അനേകരുണ്ടെന്ന് എനിക്കറിയാം. I know there's a lot of women who selflessly serve in the church. പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് കുടുംബത്തെ അവഗണിക്കാമെന്നല്ല. And that the meaning of that does not mean that you can ignore your family. സദൃശവാക്യങ്ങൾ 31 അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. And all of us know Proverbs chapter 31. എനിക്ക് തോന്നുന്നത് സദൃശവാക്യം 31 അധ്യായം ഏറ്റവും അധികം ആളുകൾ തിരയുന്നത് ഈ മദേഴ്സ് ഡേയിലാണ്. And I know many of the women or people look at that passage on Mother's Day. നിങ്ങളിൽ എത്ര പേര് സദൃശവാക്യം 31 ഇന്നലെയും ഇന്നുമായിട്ട് വായിച്ചു? How many of you read Proverbs 31 yesterday and today? ആരുമില്ലേ? Nobody? ഏറ്റവും അധികം സ്ത്രീകളെ കുറിച്ച്, അമ്മമാരെ കുറിച്ച് പറയുന്ന ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഉള്ള
ഒരു ഭാഗമായി. This is a very beautiful description or a passage in reference to mothers. 10ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. And the verse chapter of 31, Proverbs 31:10 starts like this. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? In Malayalam it is written, who is a smart wife. അവളുടെ വില മുത്തുകളിലുമേറും. And her worth is more than rubies. വസ്തുതയിൽ അതൊരു തെറ്റായിട്ടുള്ള And ട്രാൻസ്ലേഷൻ. that is not a true translation. അത് കൊടുക്കുന്ന ഇംപ്രഷനും വളരെ And the മോശമായിട്ടുള്ള, impression- മോശമല്ല തെറ്റായിട്ടുള്ളത്. The impression that gives also it is false. എന്നാൽ ചില ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുണ്ട്, But in some translation it is written, ഉത്തമയായ ഭാര്യയെ ആർക്ക് കിട്ടും? who will receive a noble wife. അവളുടെ വില മുത്തുകളിലും ഏറും. Her worth is far more than rubies. അപ്പോ ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന, ഒരുപാട് പൈസ സമ്പാദിക്കുന്ന, ഒരുപാട് പഠിപ്പുള്ള, സമൂഹത്തിൽ നല്ല സ്റ്റേറ്റസ് ഉള്ള ഒരു അമ്മയെ കുറിച്ചല്ല, സ്ത്രീയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. So the Bible is here now referencing about a smart, industrious, career focused woman here. ഉത്തമയായ ഭാര്യയെ ആർക്ക് കിട്ടുമെന്ന്. And asking a noble or appropriate wife. അവളുടെ വില മുത്തുകളിലും ഏറും. And her worth is far more than rubies. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. Her husband has full confidence in her. അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. And he lacks nothing. എന്ന് പറഞ്ഞാൽ അവളുടെ കരുതൽ എപ്പോഴും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. That means the husband is always enjoying her care. അവൾ തന്റെ ആയുഷ്കാലം ഒക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. She brings harm but not good, not harm to him all his days. ആരും വീട്ടിൽ പോയി വഴക്കുണ്ടാക്കരുത്. Don't take this home and fight. അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. She always have good advice and things like that on her mouth. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. Her children call her blessed. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. And her husband also praises her. ഭർത്താവ് എന്നാ പറയുന്നേ? What does the husband say? അനേകം തരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്. And many women have done great things. നീയോ അവരിൽ എല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. You are more noble than all of them. തെറ്റിദ്ധരിക്കരുത്. Don't misunderstand me. എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ട് 29 30 വാക്യങ്ങളും കൂടെ വായിക്കണം. So if you have any misconfusion, read 29 verse 30. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. Charm is deceptive and beauty is fleeting. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ, But a woman who fears the Lord is to be praised. നിങ്ങൾ ആരും ഞങ്ങളെ കേട്ടില്ലെന്ന് തോന്നുന്നു. I don't think anybody heard us. ഇതൊന്നും ഉള്ളിൽ കയറാൻ ഒത്തിരി പാടാ അല്ലേ? It is difficult to get this in our mind. ലാവണ്യം വ്യാജവും Charm is deceptive സൗന്ദര്യം വ്യർത്ഥവുമാകും. and beauty is fleeting. നമ്മുടെ എല്ലാ മേക്കപ്പും ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടാ തോന്നും ഇതാ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന്. But a lot of us, focus on our appearance and think that is more important than anything else. ഇതുകൊണ്ട് ആരും പ്രശംസിക്കപ്പെടത്തില്ല. Nobody will be complimented because of those things. ആരും പിണങ്ങരുതേ. I don't want anybody to be upset with us. പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. But I have to speak the truth. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ മതി. We must understand and differentiate here. എന്തിലാണ് നമ്മുടെ പ്രശംസ അടങ്ങിയിരിക്കുന്നത്? In what things we must focus in. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. The one who fears the Lord will be honored. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കിട്ടും. And she will receive the fruits of her hands. അവളുടെ പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. And at the gate of the city that they will talk about her. അപ്പോൾ റോൾ മോഡൽ ആകുന്ന ഗോഡ്ലി മദേഴ്സ് എങ്ങനെയുള്ളവരാ? So what type of godly mothers are the role models? കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവർ. The one gives significance to the family. ഉത്തമയായ സ്ത്രീ. And a noble person. മക്കൾക്ക് വേണ്ടി കരുതുന്ന, and to take care of the children, ഭർത്താവിന് വേണ്ടി കരുതുന്ന, to take care of the husband, തുടർച്ചയായിട്ട് അവളുടെ ഡെഡിക്കേഷനോടെ സമർപ്പണത്തോടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ. A woman who lives for the betterment of her family constantly. ഒന്നാമത്തെ കാര്യം നമ്മൾ സെറ്റ് റൈറ്റ് ചെയ്യേണ്ടത്, ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് ശരിയാക്കേണ്ടത് അതാത് കുടുംബങ്ങളിലാണ്.
And we should look back at our own lives and make corrections as necessary. Start with your family. രണ്ടാമത്തെ കാര്യം, The second thing, godly mothers love their children. അങ്ങനെയുള്ള മദേഴ്സ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ എനിക്കിത് വാസ്തവത്തിൽ മദേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. I know I don't need to tell this to the mothers. കാരണം അവരെത്ര സാക്രിഫിഷ്യലായിട്ടാണ് ജീവിക്കുന്നതും അവരെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. I know they serve and live sacrificially. നമ്മളാകെ മദേഴ്സ് ഡേ വർഷത്തിൽ ഒന്നേ ആഘോഷിക്കാറുള്ളൂ, അല്ലെങ്കിൽ ആചരിക്കാറുള്ളൂ, ഒബ്സർവ് ചെയ്യാറ്. We only celebrate Mother's Day once a year. എന്നാൽ മദേഴ്സ് എല്ലാ ദിവസവും അവരുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. But on the other side, mothers celebrate their children every day. അവർക്ക് വേണ്ടി അവർ ജീവിക്കുക, And they live for them. അവർക്ക് വേണ്ടി അധ്വാനിക്കുക, And they labor for them. അവർക്ക് വേണ്ടി കരുതാൻ ശ്രമിക്കുക. And they also consider them for നമുക്കറിയാം, every day. മറ്റുള്ള ആരെക്കാളും അധികമായിട്ട് സ്നേഹം പകരാൻ പറ്റുന്നതാണ് അമ്മ. And more than anybody else, mothers can pour out their love on their children. ഞാൻ പണ്ട് പഠിച്ച ഒരു പോയം, അതിന്റെ ഭാഗം ഞാൻ ഓർക്കുന്നു. I remember this poem I studied a long time ago. വാക്കിനാൽ സ്നേഹം പകരാൻ പലരുണ്ടാം, വാത്സല്യമൂർത്തിയൻ അമ്മയില്ല, കാവിലെന്നാകിലും വേരറ്റാൽ പാതുകം പൂവിടുന്നില്ല, പുഷ്പിക്കുന്നില്ല, പൂടുന്നില്ല, തളിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് സ്നേഹിക്കാൻ ഒരുപാട് പേര് കണ്ടേക്കാം, പക്ഷെ എൻ്റെ വാത്സല്യമൂർത്തിയായ അമ്മ ഇപ്പോൾ ഇല്ല. And there may be many people who can make us feel good by their words, but their actions many lack in making me well. കാവിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുള്ള സ്ഥാനത്ത് നിൽക്കുകയാണെന്ന് തോന്നിയാലും അതിൻ്റെ വേരറ്റു പോയാൽ പിന്നെ എങ്ങനെ തളിർക്കും, എങ്ങനെ പൂക്കും? And even though there's a lot of trees, that if the roots are not really rooted and founded, the tree cannot survive. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ അതാ. I mean, that is what a true mother is. മക്കളോടുള്ള സ്നേഹം അതാണ്. And that is their love towards their children. ആരോ പറഞ്ഞതുപോലെ a mother is the only person who may write an autobiography but never mentioning her name. ഒരു അമ്മയ്ക്ക് മാത്രമേ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ കഴിയുള്ളൂ, എന്നാൽ ആളിന്റെ പേര് മെൻഷൻ ചെയ്യാതെ എഴുതാൻ കഴിയുന്ന ഒരു അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നതാണ്. Because a mother unconditionally loves their children. അപ്പോൾ നമ്മുടെ പിള്ളേർ ചിലപ്പം ഓർക്കും, So our children, it is easy for them to think, അവരെന്നെ നോക്കുന്നുണ്ട്, they are looking at me. അപ്പോൾ അവരോർക്കും ഈ അമ്മ മക്കളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് എല്ലാം കൊടുക്കുന്നതെന്നാണ്. So they think that mother loves their children because she gives them everything they ask. അവരുടെ ഇഷ്ടം പോലെ അവരെ നടക്കാൻ അനുവദിക്കുന്നെന്നാണ്. Allow them to walk in any way they want. സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയാമോ? Do you know the first sign of love? ഡിസിപ്ലിന. That is discipline. അച്ചടക്കം കൊടുക്കുക എന്നുള്ളതാണ്. And to live and ask a child to live under the certain rules and situations. ഇതിപ്പം വന്ന് ഞാൻ എല്ലാരെയും പിണക്കുന്ന ലക്ഷണമാണ്. It looks like I'm going to offend everybody this morning. സദൃശവാക്യം 23-ന്റെ 13-14 വാക്യങ്ങൾ. And Proverbs chapter 23 verses 13 and 14. 13 and 14. അവിടെ ഇങ്ങനെ പറയുന്ന, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകത്തില്ല. It says that do not withhold discipline from a child. If you punish him with the rod, he will not die. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. Punish him with the rod and save his soul from death. അമേരിക്കയിലാണ് ഞാൻ ഇത് പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയാം. I know I'm preaching this in America. വടികൊണ്ട് അടിക്കുന്നതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നെന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടെന്നും എനിക്കറിയാം. And you may say that punishing a child with the rod was an ancient thing. ലിറ്ററൽ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? I don't know, you have to decide. I don't know literally if that's possible, but you have to decide that. പക്ഷെ എങ്ങനെയാണെങ്കിലും അച്ചടക്കം കൊടുക്കണം. And regardless, that we must teach them discipline. അതിനകത്ത് അമ്മമാർക്ക് വലിയൊരു ദൗത്യമുണ്ട്. And the mothers have a great role in disciplining their children. സാധാരണ കുടുംബങ്ങളൊക്കെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. There is something that commonly occurs in many families. അവർ വളരെ ജനറസ് ആയിട്ട് ഔദാര്യ മനസ്സോടെ അമ്മമാര് ഡിസിപ്ലിൻ പാർട്ട് ആർക്ക് കൊടുക്കും? അപ്പന്മാർക്ക് വിട്ടുകൊടുത്തേക്കും. And in many homes, the mothers give the discipline responsibility to the fathers. അവരുടെ കണ്ണിന്റെ മുൻപിൽ കൊള്ളരുതായ്മ തെറ്റ് കാണിച്ചാലും പറയും
പപ്പ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. Even though they see things that are really undisciplined life from their children, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. they say, wait till the dad gets home, I'll tell him. നിനക്ക് പപ്പാടെ നിന്ന് കിട്ടാൻ പോവുകയാ. And you're going to get punishment from dad. അപ്പൊ മക്കൾ ഇങ്ങനെ ഇരിക്കുക. So the children are waiting. ബീഭത്സരൂപിയായ പപ്പ എപ്പോഴാ വരുന്നത്? And when is this dad who's going to come and rain on me? എന്നെ അടിക്കാനും ഉപദ്രവിക്കാനും മാത്രം വരുന്ന പപ്പ. This is a father who comes to beat me and punish me. Please don't do that. അത് ഒരിക്കലും ചെയ്യരുത്. ഡിസിപ്ലിൻ പാർട്ട് സഹോദരിമാർക്ക് വലിയ ഒരു പങ്കുണ്ട്. And there is a great responsibility mothers have in disciplining their children. നമ്മളിവിടെ വായിച്ച ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് അവൾ ഉപദേശത്തിന് ടീച്ചിങ്ങിന് വായി തുറക്കുന്ന. And the passage that we read that said she will open her mouth for instructions. സദൃശവാക്യത്തിൽ അതാ വായിച്ചത്. And that is what we read in Proverbs. അവൾ ജ്ഞാനത്തിന് ടീച്ചിങ്ങിന് ഇൻസ്ട്രക്ഷന് വേണ്ടി തന്റെ വായി തുറക്കും. She opens her mouth for instruction and pouring out wisdom. അപ്പൊ അമ്മമാർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. And mothers means they give instructions. അമ്മമാര് ഡിസിപ്ലിനിൽ നിർത്തും. And mothers will get involved in disciplining their അത് children. അപ്പന്മാർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കരുത്. So don't let that be only the father's responsibility. അപ്പൊ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ If you love your children, ഡിസിപ്ലിൻ പഠിപ്പിക്കണം. and you should teach discipline. രണ്ട്, Second thing, love the children by praying for them. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ മുൻപിലായിരിക്കണം. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അത് മീൻ ചെയ്യുന്നേ ഇല്ലെന്നാണ്. Regardless of how much you love your children, but if you don't pray for them, you really don't mean that. കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, പൈസ സമ്പാദിച്ച് അവർക്ക് ഫീസെല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കാം, പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ വലിയൊരു നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. You may be laboring, you may be cooking and cleaning and doing all the things for them, but if you don't pray for them, you really missing something. ബിഷപ്പ് അംബ്രോസിന്റെ ഉദാഹരണം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. I know I have shared this example from Bishop Ambrose. വളരെ കൊള്ളരുതാത്തവനായി ജീവിച്ചിരുന്ന അഗസ്റ്റിൻ എന്ന ആളിന് വേണ്ടി തന്റെ മാതാവ് മോണിക്ക ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And Mother Monica was praying for this child who was wayward. ഏറ്റവും wicked ആയിട്ട് ജീവിച്ച ആളായിരുന്നു അഗസ്റ്റിൻ. And Augustine was somebody who lived a wicked life. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് വളരെ നിരാശയായ മോണിക്കയോട് ബിഷപ്പ് അംബ്രോസ് ദൈവദാസൻ പറഞ്ഞു. So when this Mother Monica was praying for this child, Bishop Ambrose said this to her. കണ്ണുനീരിന്റെ പുത്രൻ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. A child of tears will never be lost. And you know what happened to Augustine, right? And you know what happened to Saint Augustine. അദ്ദേഹം ക്രിസ്തീയ ലോകത്തിലെ അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന തിയോളജിയനായി. And he was the greatest theologian in the Christian circles after Apostle Paul. ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ക്രിസ്തീയമായിട്ടുള്ള തിയോളജി ദൈവശാസ്ത്രം ഫോം ചെയ്യുന്നതിന് ഏറ്റവും അധികമായിട്ട് ദൈവം പിൽക്കാലത്ത് ഉപയോഗിച്ച മനുഷ്യരിൽ ഒരാളാണ് അഗസ്റ്റിൻ. He is a great man after Paul. God has used to extend God's kingdom through writings and through theology teachings of നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മുടെ പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളെക്കാളും അധികമായിട്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന കണ്ണുനീരിന്റെ ശക്തി മറന്നു പോകരുത്. Don't forget the power of your tears. More than anything else you do for your children, that is very significant. മക്കൾ പ്രായമായാലും ഒരു വിവാഹം കഴിച്ചാലും അവരുടെ ഉത്തരവാദിത്തം മറന്നു പോകരുത്. Even the children after they are married, don't forget that responsibility you have. മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളണം. If you love your children, continue to pray for them. അവർക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കണം. And shed your tears for them. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In Lamentations chapter 2 verse 19 we read, രാത്രിയിൽ ആരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവത്തിലേക്ക് കൈമലർത്തുക. Arise, cry out in the night as the watches of the night begin. Pour your heart like water in the presence of the Lord. Lift up your hands to him for the lives of your children who faint from hunger at the head of every street. നമ്മൾ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? How many of you are praying just like that? രാത്രികളുടെ ചില യാമാരംഭത്തിൽ In the wee hours of the night.
കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ As the children are going to school and coming back from അവർ school, കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് as they go to bed, ഒരു പ്രാർത്ഥനയോടെ one more prayer. അഥവാ മുട്ടിന്മേൽ നിൽക്കുന്ന മാതാവിനെ കണ്ട് And the child is seeing a mother on her knees. കണ്ണുനീരോടെ കരയുന്ന മാതാപിതാക്കളെ കണ്ട് And the child who sees the mother who is praying for them അവർ with വളരാൻ tears. ഇടയാകുമെങ്കിൽ And if they grow like that, അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല. they will never be lost. ഹല്ലേലൂയ. Amen. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. If you love your children, pray for them. എബ്രഹാം ലിങ്കൻ ഇങ്ങനെ പറഞ്ഞു, Abraham Lincoln said this. എന്റെ അമ്മയുടെ പ്രാർത്ഥനകൾ ഞാൻ ഓർക്കുന്നു. I remember my mother's prayers. ആ പ്രാർത്ഥനകൾ എപ്പോഴും എന്നെ പിന്തുടർന്നു. And those prayers always followed me. അതിപ്പോഴും എന്നെ പിടിച്ചു നിർത്തി. Even today that restrains me. മറ്റെല്ലാറ്റേക്കാളും ഉപരിയായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. More than anything else, we should be able to pray for our children. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്? How do you love your children? By instilling Christian values in them. അവരിൽ നമുക്ക് ക്രിസ്തീയമായ മൂല്യങ്ങൾ ചെലുത്തുവാൻ കഴിയണം. We should instill Christian values in them. That's how you show you love them. ഒത്തിരി പൈസ സമ്പാദിച്ചു കൊടുത്തു. And we have accumulated much wealth. അവരെ പഠിപ്പിച്ചു. We taught them well. നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. We have done everything പക്ഷെ possible. വാല്യൂസ് ഒന്നും ഇല്ലാതെയാ ജീവിക്കുന്നെങ്കിലോ? But if they live with no values, ദൈവം ഇല്ലാതെയാ ജീവിക്കുന്നെങ്കിലോ? if they live without God, ലോക മനുഷ്യരെക്കാൾ കഷ്ടമായിട്ടാ ജീവിക്കുന്നെങ്കിലോ? if they live like a worldly people, Instill the Christian values. ആ മൂല്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവരിൽ ഇൻസ്റ്റിൽ ചെയ്യണം. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. Teach them wrong is wrong. അവരുടെ മുമ്പിൽ നമ്മൾ തന്നെ മോഡൽ ചെയ്യണം. We should model our life in front of them. മാതൃകയായി എക്സാമ്പിളായി കാണിക്കണം. We should be an example for them. അവര് ഈ നമ്മൾ ഉപദേശത്തെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാനായിട്ട് Not to question our faith, നമ്മൾ തന്നെ അത് ജീവിച്ചു കാണിക്കണം. we must live that faith in front of them. ആരോ പറഞ്ഞല്ലോ, മദേഴ്സ് ഹാർട്ട് ഈസ് ദ ചൈൽഡ്സ് ഫസ്റ്റ് സ്കൂൾ റൂം. ഒരു അമ്മയുടെ ഹൃദയമാണ് ഒരു കുട്ടി ആദ്യമായിട്ട് കാണുന്ന സ്കൂൾ റൂം എന്ന് ആരോ പറഞ്ഞു. ആദ്യത്തെ സ്കൂൾ റൂം എന്ന് പറയുന്ന അമ്മയുടെ ഹൃദയമാണ്. And mother's heart is the first school room a child sees. അതിങ്ങനെ വാല്യൂസിൽ കൂടെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. And we must show that school room through our values. കള്ളം പറയരുതെന്ന് പഠിപ്പിച്ചാൽ മാത്രം പോരാ. Not to teach them don't lie. അമ്മ കള്ളം പറയുന്നത് പിള്ളേർ കേൾക്കരുത്, കാണരുത്, അങ്ങനെ പറയരുത്. The children should never see a mother lying and doing false things. മോനെ മോളെ നീ ചർച്ചിൽ പോകണം, ആരാധനയിൽ പോകണം, സൺഡേ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. And don't tell your children that you must go to church and worship and do all those things. അമ്മമാർ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് മക്കൾ കാണണം. But the children should see mothers giving priority to those things. ഇന്റഗ്രിറ്റിയോടെ നടപ്പിലെ നിഷ്കളങ്കതയോടെ നടക്കുന്നത് അവർ കാണണം. Our children should see that we walk in integrity. അതുകൊണ്ട് ആരോ പറഞ്ഞു, the daughter of a good mother will be the mother of a good daughter. ആരോ ഇങ്ങനെ പറഞ്ഞു, ഒരു നല്ല അമ്മയുടെ കുഞ്ഞ് ഒരു നല്ല മദർ ആയിരിക്കും later on. Amen. Amen. ഒരു നല്ല അമ്മയുടെ കുഞ്ഞാണെങ്കിൽ നല്ല കുഞ്ഞിന്റെ അമ്മയാവും. And if it is a child of a good mother, that child will be a good mother later on for another child. ഒരു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് ഒരു കുഞ്ഞിന്റെ മേലെ, കുടുംബത്തിലെ അംഗങ്ങളുടെ മേൽ കൊടുക്കാൻ പറ്റുന്ന വേറെ ആരുമില്ല. There is nobody to replace a mother to having that influence in the child's life. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയപ്പോൾ പറഞ്ഞത്, And that is talking about that is Apostle Paul writing to Timothy. അവന്റെ വലിയ ആത്മാർത്ഥമായിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള വിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്. And Paul is talking about Timothy's great faith. 2 തിമോഥെയോസ് 1:5 നമ്മൾ വായിക്കുന്നു. And 2 Timothy chapter 1 verse 5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I have been reminded of you since sincere faith which I first lived in your grandmother Lois and your mother Eunice. ഇതിങ്ങനെ പകർന്നു പകർന്നു കൊടുത്തു പോരുകയാണ്. And this is being transferring from one generation to the other. വലിയമ്മ ലോയിസിലുണ്ടായിരുന്നു. And it was in his grandmother Lois. നിന്റെ അമ്മ യുനീക്കയിൽ അതുണ്ട്. And in your mother Eunice. ഇപ്പോൾ നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചു. And I truly believe that is in you as well. നമ്മുടെ എത്ര കുടുംബങ്ങളിൽ വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. How many of our families we are trying to instill that values in our children? മറ്റൊരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം. We may have many other things. സ്തോത്രം. Amen.
മൂന്നാമത്തെ കാര്യം, The third thing, എൻ്റെ വാക്കുകൾ പെട്ടെന്ന് and അവസാനിപ്പിക്കണം. I'm going to close here quickly. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, In verse 5, godly mothers concentrate on their own character. ദൈവിക ഇതുള്ള മദേഴ്സ് അവരുടെ തന്നെ ക്യാരക്ടറിൽ അവർ ഫോക്കസ് ചെയ്യുന്നു എന്ന് നമുക്ക് വായിക്കാം. അവരുടെ സ്വഭാവത്തിൽ, അവരുടെ സവിശേഷതകളിൽ, അവരുടെ ജീവിതത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. And they concentrate on their own issues in their personal lives. ഈ പാസേജ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം പറയുവാൻ എനിക്ക് സമയമില്ല. In that passage there are many things mentioned, but I don't want to take time. എങ്ങനെയാ സ്വയം അവര് ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, സ്വന്തം സ്വഭാവത്തിൽ അവര് ശ്രദ്ധ ചെലുത്തുന്നത്? They are focusing on their own character and their own discipline. ഒന്നാമത് they will be self controlled. The first thing, അവര് സ്വയം നിയന്ത്രണമുള്ളവരായിരിക്കും. സ്വയം നിയന്ത്രിക്കുന്നവരായിരിക്കും. And they will control themselves. ഒരുപാട് പേർക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. And that is something that many people lack. ഒരു വാക്ക് കേട്ടാൽ മതി സ്വയം നിയന്ത്രണം പോകും. And one word that is heard, then all of them lose their control. ഒരു നോട്ടം മതി, അപ്പോഴേ നമ്മുടെ നിയന്ത്രണം എല്ലാം പോകും. Somebody look at them one way and they lose their control. കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് പേര്. There's many people who lack control. കുടുംബങ്ങളിലുണ്ട്, സഭകളിലുണ്ട്. And they have in our families and in churches. എന്നാൽ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധ ചെലുത്തണം. And so you must be very careful. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. And to guard our tongue. പലപ്പോഴും നമുക്കില്ലാത്ത പ്രശ്നമാണ്. And that is a problem many people have. ഒരുപാട് എടുത്തുചാട്ടമുണ്ട് നമ്മുടെ ഇടയിൽ. And people are jumpy and come to conclusion. നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. They lose self control. നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാം. Let us control us more. സ്ലോലി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. And we should gradually be able to control ourselves well. വ്യർത്ഥ വാക്കുകൾ പുറത്തു വരരുത്. And don't say idle words. കഴിയുമോ? Is it possible? അമ്മമാര് മാത്രമല്ല, അപ്പന്മാരും. Not only mothers but also fathers. നമ്മൾ എല്ലാവരും, all of us, സെൽഫ് കൺട്രോൾ ജീവിക്കാം. And let us live under self control. Second thing, they will try to be pure. അവര് വിശുദ്ധിയോടെ ആയിരിക്കാൻ അവർ ശ്രമിക്കും. And they will try to be pure, live a pure life. എങ്ങനെയാ പ്യൂർ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കുന്നത്, പ്യൂർ ആയിരിക്കുന്നത്? How can you live a pure life? അവരുടെ പ്രവൃത്തികളിലും, അവരുടെ വാക്കിലും, അവരുടെ ഡ്രസ്സിലും, അവരുടെ ഓൾ റിലേഷൻഷിപ്സ്. In their dress and their actions, in their conversations, in all relationships they will be pure. നമ്മൾ പലർക്കും ഇഷ്ടമില്ലാത്തൊരു ഭാഗം ഞാൻ പറയാം. I'm going to say a passage that many don't like. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. And in First Peter chapter 3 verse 3 through 5. ശ്രദ്ധിക്കണേ. I want you to pay attention. Few minutes ഞാൻ നിർത്തും. I will close very quickly. എന്നാൽ ഇത് ഡെഫിനിറ്റ് ആയിട്ട് അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. But I want you to pay attention till the very end. അപ്പം പ്യൂർ ലൈഫ് എന്ന് പറയുമ്പോൾ എന്തിലാ പ്രാധാന്യം കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. So when you say pure life, what are the importance you give in what? 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. In verse 3 through 5 it is written. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. Your beauty should not come from outward adornments such as braided hair and the wearing of gold jewelry and fine clothes. വസ്ത്രം ധരിക്കേണ്ടെന്നല്ല. I'm not saying don't wear good clothes. നമുക്ക് വേണ്ടതെല്ലാം വേണം. We should need all those things. എന്നാൽ അതല്ല വാസ്തവത്തിൽ നമ്മെ അലങ്കരിക്കേണ്ടത്. But that's not the thing that should adorn us. നിങ്ങൾ പേഷ്യന്റ് ആയിട്ട് എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe that you're patiently listening to me. ഇനി എങ്ങനെ അലങ്കരിക്കണം? So how should we adorn ourselves? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. Instead of it should be that of your inner self, the unfading beauty of a gentle and quiet spirit. ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ ഒരു സൗന്ദര്യം ഉണ്ടായിരിക്കണം. And the inner self should have a beauty. എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? How many of you can claim that? ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യനിൽ ഒരു സൗന്ദര്യമുണ്ട്. And the inner person that is inside of you should have a beauty. ഹൃദയം എല്ലാറ്റേക്കാളും കാപട്യവും വിഷമവും ഉള്ളതാ. Our heart is something that is wicked than anything else. നിരൂപണം എല്ലാം ദോഷമുള്ളതാ. All the wicked things are processed in our mind. എന്നാൽ ഗൂഢ മനുഷ്യന്റെ സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായ But something that is instilled in the inner beauty of a person,
എന്നിട്ട് അഞ്ചാം വാക്യത്തിൽ പറയുക, And in verse 5 it is written, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. For this is the way the holy women of the past who put their hope in God used to make themselves beautiful. അപ്പം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിലാ? So what is that we must give importance to? തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഏത് കളറായിരിക്കണം, എന്തായിരിക്കണം, ഇതൊന്നും തീരുമാനിക്കുന്നതല്ല. It is not deciding what color of clothes you wear or the makeup or the dress and all those things that we pay attention to. വേണ്ടതെല്ലാം ചെയ്തു. All of those are needed. പക്ഷേ പ്രാധാന്യം എപ്പോഴും എന്തിനായിരിക്കണം? But always be mindful that you should give significance to സൗന്ദര്യവും സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. your inner self, the unfading beauty and a gentle and quiet spirit. എത്ര പേർക്ക് താല്പര്യമുണ്ട് അങ്ങനെ അലങ്കരിക്കാൻ? How many of you want to adorn yourself with that? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടോ? Are you with us? അതെവിടെയും പോയോ? Or did you go somewhere else? എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many of you truly desire that? ഒരുപാട് കാര്യങ്ങൾ ഇനി അതിൽ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. There are many other things mentioned there. I do not want to take time. അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് അതേ അധ്യായത്തിൽ പറയുന്നു, they will be kind. അവർ വളരെ ദയയുള്ളവരായിരിക്കും. And for such a people, the women, it says that they will be kind. മറ്റുള്ളവരോട് ദയ കാണിക്കും. They will show mercy to others. പുറപ്പാട് പുസ്തകം സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. And in Proverbs chapter 31 verse 20. അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. She opens her arms to the poor and extends her hand to the needy. അപ്പം godly mothers will be kind. ദൈവികതയുള്ള ഭാര്യമാര് അമ്മമാര് ദയയുള്ളവരായിരിക്കും. And godly mothers will show kindness to others. അവസാനം Finally, 3-ാം അധ്യായത്തിന്റെ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. and in 1 Peter chapter 3 verse 1 and 2. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. Wives, in the same way be submissive to your husbands. അപ്പോസ്തലനായ പൗലോസ് ഒരു പുരുഷനായിരുന്നുകൊണ്ട് പുരുഷന്മാരെ ഫേവർ ചെയ്ത് എഴുതിയിരിക്കുന്നതാണെന്ന് ചിലർ അക്യൂസ് ചെയ്യാറുണ്ട്. Some people accuse that Peter was a man and that's why he wrote in favor of men. ഇതിനെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല അതിലേക്ക്. I do not want to take time to talk about it more detail. അപ്പോൾ ഈ സബ്ജക്ഷൻ എന്ന് പറയുന്നത് ഹിറ്റ് ചെയ്തോ ഫോഴ്സ് ചെയ്തോ അല്ല. And this subject is not something that is forced upon us. അന്യോന്യമുള്ള സ്നേഹത്തിൽ, in love between each other, കരുതലിൽ, in the care for each other. ഉള്ള കീഴടങ്ങിയിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. And I'm talking about submission in that relationship. ആ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. And in that second part of that verse says, they may be won over with words by the behavior of their wives when they see the purity and reverence of your lives. മക്കൾക്ക് അനുഗ്രഹമായിരിക്കണം. That they should be a blessing to their children. ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം. And they should be a blessing to the people around them. ഭർത്താക്കന്മാർക്ക് അനുഗ്രഹമായിരിക്കണം. And they should be a blessing to their husbands as അവർക്ക് well. കീഴടങ്ങിയിരിക്കണം. And they should be submissive to them. Again, എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. And it is also mentioned why. നിങ്ങളുടെ ഭയത്തോടു കൂടിയുള്ള നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് അവർ ചേർന്ന് വരണം. And because of your life and your purity, they will come alongside of you. നമ്മൾ എത്ര പേര് ഇത് സീരിയസ് ആയിട്ട് എടുക്കും? How many of you will take that seriously? മദർ മിനിസ്ട്രി എത്ര ഗൗരവതരമായിട്ടുള്ള ഒരു മിനിസ്ട്രി. A ministry of a mother is such a serious ministry. നമ്മളെല്ലാം ഒരുപക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. We may be doing a lot of great things. എന്നാൽ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് അതിനെ ഒന്ന് പണിതെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, But if you live according to the word of God, if it's possible, നമ്മുടെ കുടുംബങ്ങൾ വ്യത്യസ്തമായേനെ. our families will be different. കുഞ്ഞുങ്ങളെ അച്ചടക്കത്തിൽ വളർത്തുക, To discipline your children.
അവരെ സ്നേഹിക്കുക, to love them, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, to pray for them, അവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം തന്നെ മാതൃകയായി കാണിച്ചു കൊടുക്കുക. to live as an example in front of them. ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ്. All of these things are very important. നമ്മുടെ സഹോദരിമാരെ കുറിച്ച് കർത്താവിന് അല്ലെങ്കിൽ മദേഴ്സിനെ കുറിച്ച് കർത്താവിന്റെ ഹിതം തിരിച്ചറിയാതെ പോകരുത്. And don't lose that opportunity to understand God's purpose and will for your life. അതറിയാത്തതുകൊണ്ട് ഒരുപാട് ഒപ്രസീവ് ആയിട്ടുള്ള സിസ്റ്റത്തില് പല കുടുംബങ്ങളുമുണ്ട്. And because they don't recognize that, many families are in an oppressive environment. ക്രിസ്തു എല്ലാവരെയും സ്വാതന്ത്ര്യപ്പെടുത്തണം. Christ came to free us. ഒപ്രസീവ് സിസ്റ്റം ഒരു കുടുംബത്തിലും ഉണ്ടാകരുത്. And nobody should have an oppressive life. അപ്പം കർത്താവിന്റെ ആ ശക്തി, ആ സുവിശേഷത്തിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലും ആ സ്വാതന്ത്ര്യം നൽകാൻ തക്കവണ്ണം ഇടയാകണം. And so the freedom Christ gave us should give us freedom and deliverance. അപ്പൊ ആ മീനിങ്ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. Then we will be able to live a life that is meaningful. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. May God bless us and help us to do ഈ that. മദേഴ്സ് ഡേയുടെ ദിവസം ഒരു പുനഃസമർപ്പണത്തിന് കാരണമാകട്ടെ. And let this Mother's Day be a day of self-evaluation and ഞാൻ ഓടിയതും rededication. അധ്വാനിച്ചതും കർത്താവെ പലപ്പോഴും പ്രാഥമികമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാ. And Lord, if I have spent my time for things that are not important, കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. let us pray, Lord, help me to do that in the coming day. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. All of us are praying. കണ്ണുകളെ അടച്ചാട്ട് ദയവായിട്ട് Close your eyes, please. നിങ്ങളുടെ തലകളെ കുനിയിക്കാം And ദൈവസന്നിധിയിൽ. let us bow our heads. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. Let us pray to the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray.